ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മസാലച്ചാർ വീഡിയോയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് ഒരു പച്ചമുളക് ഒന്ന് വെടിക്കാൻ വിടുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ട് തക്കാളി, ഒരു സബോള, ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇടാം, അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇടാം. ചിലർ ഉരുളക്കിഴങ്ങ് കഴിക്കില്ലല്ലോ. അപ്പോൾ സിമ്പിൾ മസാലച്ചാർ, പാലക്കാടൻ മസാലച്ചാർ കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ വെക്കണത് അതേപോലെ തന്നെയാണ് ഞാനും വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി പൂണ്ട് പേസ്റ്റൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. പട്ടഗ്രാം പൊടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക കേട്ടോ. നന്നായി വണങ്ങി വരണം കേട്ടോ. ആദ്യം സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ഞാൻ മസാലച്ചാർ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചില്ല, പിന്നെ ശരി നമുക്ക് മസാലച്ചാർ വയ്ക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇപ്പോൾ കുറച്ച് എക്സാമൊക്കെ വന്ന കാരണം കുട്ടികൾക്ക് ഫോണൊന്നും കയ്യിൽ കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ വീഡിയോ ഒക്കെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം കിട്ടുന്ന പോലെ എക്സാമൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വണക്കിയ ശേഷം നന്നായി വണങ്ങി വരുന്നുണ്ട്. നല്ല വണക്കണം കേട്ടോ, അപ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒരു അരമൂടിക്കുള്ള ചാറാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ കുറവായിരുന്നു, അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി വിടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല വണങ്ങി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരും. ഇഞ്ചി പൂണ്ട് പേസ്റ്റിൻ്റെയും പട്ടഗ്രാം പൊടിയുടെയും നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഇളക്കി വിട്ട ശേഷം നമ്മൾ അതിനെ മാറ്റി വയ്ക്കുകയാണ്, ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ അതിന് ശേഷം ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ഒരു കുക്കർ മൂടിയൊന്നും ഇടണില്ല. ഇതിൽ വേഗം വേകുമല്ലോ, ഇതിൽ വണക്കിയതല്ലേ. അപ്പോൾ നമ്മൾക്ക് അധികം ഒന്നും വേകാനുള്ള സാധനമൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഇതിൽ നമുക്ക് കരി ഇട്ട് പറഞ്ഞാൽ കരിച്ചാറായി, മുട്ട ഒഴിച്ച് പറഞ്ഞാൽ മുട്ടച്ചാറായി. അപ്പോൾ കുക്കർ ഇതിൽ വെക്കുകയാണ്. ഒരു ചെറിയ കുക്കർ ഉണ്ടായിരുന്നു, അപ്പോൾ ആ കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളപ്പോൾ വണക്കി വെച്ച ആ മസാല കൂട്ടുകളൊക്കെ ഇടുക. ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലതായിട്ടൊന്ന് എല്ലാം അങ്ങനെ എടുത്തിടുക. ഇട്ട ശേഷം നമ്മൾ അതിലുള്ള മസാലകളും നമ്മൾ വെറുതെ വിടില്ലല്ലോ നമ്മൾ പെണ്ണുങ്ങൾ. ആ വെള്ളമൊക്കെ ഒഴിച്ച് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റിൻ്റെ ആ വെള്ളമൊക്കെ ഒഴിച്ച് ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ തേങ്ങ അരപ്പ് ഒഴിക്കുക. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ തേങ്ങ അരപ്പ് ഒഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ, അരമൂടിക്കുള്ള തേങ്ങയ്ക്കുള്ള ചാറാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം പോലെ ഉണ്ടാവും ചാറ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫുൾ തേങ്ങ 2 മൂടി ഒഴിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഒഴിക്കാവുന്നതാണ്. നിങ്ങളുടെ പാത്രം എങ്ങനെയോ അളവ് എങ്ങനെയോ അതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മസാലച്ചാറ് വെക്കുന്നത്. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചായി, മല്ലിത്തള ഒക്കെ ഇടണം കേട്ടോ. മല്ലിത്തളയൊക്കെ ഇടേണ്ടതാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ഉപ്പ് എത്ര പാകത്തിന് ഇടുക, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഇങ്ങനെയാണ് ഞാൻ മസാലച്ചാറ് വെക്കുന്നത് കേട്ടോ. പാലക്കാടൻ മസാലച്ചാറ്, റാത്തമ്മേരുടെ മസാലച്ചാറ് ഇങ്ങനെയാണ് വെക്കണത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക ഇങ്ങനെ വെക്കാൻ. സിമ്പിളായിട്ട് നമുക്ക് കരിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൂരിയോ എന്തെങ്കിലും ചെയ്ത് കഴിക്കാവുന്നതാണ്. പൂരിയോട് കൂടിയോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല കൊതി വന്നിട്ടുണ്ട്. കൊതി വന്ന ശേഷം പൂരിയാണ് കേട്ടോ. പൂരി മസാലച്ചാറ് നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.